രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര വീർത്തിരിക്കണമായിരുന്നു. കാരണം എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യണ ഐലൈനറിൻ്റെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓഫീസിൽ പോയപ്പോൾ അനിയത്തിമാരുടെ ഇന്ന് ഐലൈനർ വാങ്ങി എഴുതിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഓഫീസിൽ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചൊരു 5:30 ഞാൻ തിരിച്ചവിടെ നിന്ന് നടന്ന് ബസ് കയറി എത്തുമ്പോഴത്തേക്ക് ഒരു 6 മണിയാവും. അങ്ങനെ വന്നപാടെ ഫുഡ് അടിക്കാനായിരിക്കും ഇരിക്കണേ. അപ്പോൾ ഇന്ന് ചക്കയും ഉണ്ടായിരുന്നു, ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. ഞാവൽപ്പഴം വാങ്ങിയതൊക്കെ ഞാൻ വീഡിയോ കഴിഞ്ഞാൽ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാൻ ഞാൻ എന്തായാലും താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഞാവൽപ്പഴം, നെല്ലിപ്പുളി, മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മുടെ നിച്ചുക്കുട്ടൻ്റെ വിളി. നിച്ചുക്കുട്ടൻ എന്തോ അവിടെ ചെയ്തപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനായിട്ട് അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ അമ്മ രാത്രിയിലത്തേക്ക് അയില വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ തലേദിവസം മന്തി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചി പോയിട്ട് അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഡെലിവറിയും എല്ലാം അവിടെ വെച്ചാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ്, കൂനമാവിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് വന്നത് ചിലപ്പോൾ എൻ്റെ എൻഗേജ്മെൻ്റ് ആ ഒരു ടൈമിലായിരിക്കുള്ളൂ. കാരണം ഇവിടെ വെച്ച് നോക്കണമെങ്കിൽ കുറച്ചും കൂടി സൗകര്യം അവിടെയാണ്. പിന്നെ ESIയിലേക്ക് നമ്മൾ മാറ്റി, റിനയിലാണ് 7ാം മാസം വരെ കാട്ടിയത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റും. ചേച്ചിക്ക് ESI ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് മിച്ചുവിനെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് നോക്കണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പം അവിടെ നിന്ന് പോകാനായിരിക്കും ഹോസ്പിറ്റലിൽ. പിന്നെ സൗകര്യം വെച്ച് നോക്കണമെങ്കിലും അവിടെ ആയിരിക്കും എല്ലാത്തിനും. കാരണം കുറച്ച് സർപ്രൈസ് ഉണ്ട് നമുക്കതിൽ. അതിപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, എന്നാലും അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ അറിയാം. ചേച്ചി പോണതിനനുബന്ധിച്ച് നമ്മൾ തലേദിവസം മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി മന്തി ഞാൻ ചൂടാക്കാൻ വെച്ച്. ഈ മന്തി ചൂടാക്കാൻ വെച്ചപ്പോഴായിരുന്നു അതിനേക്കാളും രസം ഞാൻ താഴത്തെ തട്ടിൽ വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ വെച്ചത്. 2 വട്ടം ഞാനിങ്ങനെ മറന്നു പോണത്. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷം പിന്നെ അമ്മ എന്തെടുക്കണം നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലൊന്ന് കയറിയായിരുന്നു. അപ്പം അമ്മ പിറ്റേ ദിവസത്തേക്ക് എന്തോ ഇഡ്ഡലിമാവ് എന്തോ അരച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ അതായത് നമ്മുടെ മന്തിക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ ആവി കയറ്റി എടുക്കണമായിട്ട് ഇഷ്ടം. അതാകുമ്പോൾ ഒന്നും കൂടി റൈസ് ഇങ്ങനെ സോഫ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തിയും നമ്മുടെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. പിന്നെ ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കിടക്കാറ്. പിന്നെ ഞാനമ്മ വീണ്ടും ഒന്നിക്കുകയാണ്. ഇല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ ആണല്ലോ അമ്മ കിടക്കണം. ഇനി തുടങ്ങി എനിക്ക് അമ്മയുടെ കൂടെ കിടക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാരനല്ലോ കിടന്നുകൊണ്ടിരുന്നേച്ചേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും. ബൈ.